അപ്പോൾ ഒരു കൊച്ചുകുട്ടി കരയുമ്പോൾ അതിൻ്റെ മുന്നിൽ അതിൻ്റെ കരച്ചിൽ നിർത്താൻ ഓം നമ ശിവായ എന്ന് ജപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മ മോനെ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പോഴാ കുട്ടിയുടെ ശ്രദ്ധ മാറുകയും ആ കുട്ടിക്ക് ആ കരച്ചിലിൻ്റെ കാരണമായ അതിൽ നിന്ന് മാറി മറ്റൊരു അനുഭൂതി ആ കുട്ടിക്ക് ഉണ്ടാകും എന്നാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവം. പിന്നെ ഈ വർഷങ്ങളോളം ഒരു മന്ത്രം ഉരുവിട്ട് സിദ്ധി വന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇല്ല. എന്നാൽ അമിതമായ അവരുടെ ആ ഒരു സങ്കല്പം അരുതാത്ത ചില വിശ്വാസങ്ങളിലേക്ക്, കഠിനമായ വിശ്വാസങ്ങളിലേക്ക് അവരെ പരിമിതപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടെ പറയാം, ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രം ഉച്ചരിച്ച്, മന്ത്രം ബാഹ്യമായി ജപിച്ച് ഈ പറയുന്ന രീതിയിലുള്ള സിദ്ധിയൊക്കെ നേടി ബ്രെയിൻ വേവ്സൊക്കെ മാറ്റി എന്ന് പറയുന്നതിന് യുക്തിക്ക് നിരക്കുന്ന ഒരു തെളിവും ഇതുവരെ എനിക്ക് കണ്ടിട്ടില്ല. പിന്നെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട് ഈ തരംഗങ്ങളുടെ വ്യതിയാനം അത് ഈ ധ്യാനിക്കുന്ന രീതി തന്നെ വേണമെന്നില്ല, സമാനമായ വേറെ ഏതെങ്കിലും ശബ്ദവും മതി, ഇതേ തരംഗ വ്യതിയാനം തലച്ചോറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദെൻ ദ ക്വസ്റ്റ്യൻ റിമെയിൻസ്, പിന്നെന്തിനീ മന്ത്രം?